നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ. ശരിയായിട്ടും ഒരു മാതൃകാ പോലീസ് സ്റ്റേഷനാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു കുട്ടിയുടെ മരണം ഉണ്ടാവുക സംഭവിക്കുമ്പോൾ, അതായത് ആ കുട്ടിയുടെ പേര് പറയാൻ പാടില്ല, അതായത് തിരുവാൻകുളത്തുള്ള ആ പെൺകുട്ടി മരണപ്പെടുന്നു. അതോടുകൂടി അമ്മയെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്തു, അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു. 24 മണിക്കൂറിനകം അതിനകത്തുനിന്ന് ഒരു പ്രതിയെ കൂടെ പൊക്കുന്നു. ഒരു പ്രതിയെ പൊക്കുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ തോന്നും ഒരു 10-15 പ്രതികളെ, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിയുക. പോലീസ് ഒരു 10 പേരെ കൊണ്ടുവരും. 10 പേരെ നമ്മൾ പിടിച്ചു നിർത്തി അവരെ കൂടെ ചോദ്യങ്ങൾ ചോദിച്ച് അതിനകത്തുനിന്ന് ഒരാളെ കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ പോലീസിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ശരിയായിട്ടും വന്ന ഉടൻ തന്നെ അവർ ആ പ്രതിയെ കൃത്യമായി പൊക്കി അകത്താക്കിയിരിക്കുന്നു. വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല, ആരോടും അത് ചോദ്യം ചെയ്തില്ല, ഒരു പീഡന ശ്രമങ്ങളും നടത്തിയില്ല. കൃത്യമായി പ്രതി 8 മണിക്കൂർ നിർത്തിയപ്പോഴേക്കും കുറ്റം സമ്മതിച്ച്. നമ്മൾ മറ്റ് കേസുകൾ ചെയ്യുമ്പോൾ എന്താ തോന്നുന്നത്? ഇല്ല, തീർച്ചയായിട്ടും ഇതൊക്കെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനൊക്കെ മാതൃകയാക്കാം ഈ ഒരു പോലീസ് സ്റ്റേഷന്. കാരണം തലേദിവസം വരെ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു കുടുംബിനിയായ ഒരു അമ്മ ഒരു 4.5 വയസ്സുള്ള ഒരു പുത്രിയെ കൊണ്ടുപോയി പുഴയിലേക്ക് വലിച്ചെറിയുന്നു. അപ്പോൾ എല്ലാവരും അവരുടെ നേർക്ക് ശത്രുതയായിട്ട് നോക്കിക്കൊണ്ടുകൊണ്ടിരുന്നത്. അന്ന് ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ വളരെ പൊട്ടിക്കരയുന്നൊക്കെ നമ്മൾ കണ്ടു, ഭർത്താവും സഹോദരങ്ങളും ഒക്കെ. പക്ഷേ ആ പൊട്ടിക്കരഞ്ഞ ഒരു ഭർത്താവിൻ്റെ ഒരു സഹോദരൻ തന്നെ ഒരു പ്രതിയായിട്ട് വരുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നാട്ടുകാർ പറയുന്നത് എന്താ, രാത്രി പോയിരിക്കും, ഇപ്പോൾ 7 മണിക്ക് പെൺകുട്ടിയെ കാണാതാകുന്നു എന്ന് പറയുന്നു, റിപ്പോർട്ട് വരുന്നു. അപ്പോൾ ആ രാത്രി പോലീസുകാർ ഉറങ്ങാതെ 6 വളയുകയാണ്. ഒരു ഇഞ്ച് പോലും ആ ബോഡി പോകാതെ ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ജീവനോട് രക്ഷിക്കാൻ കഴിയും, എവിടെയെങ്കിലും ഉടക്കിയിരിപ്പുണ്ടോ എന്ന ഒരു പ്രതീക്ഷയോടുകൂടി ഈ പോലീസ് സ്റ്റേഷൻ വർക്ക് ചെയ്യുകയാണ്. കാരണം ആ എങ്ങനെയെങ്കിലും ചിലപ്പോൾ ഒരു കമ്പിയാലോ കയ്യിലോ എവിടെയെങ്കിലും പിടിച്ച് ഉടക്കിയിരിപ്പുണ്ടെങ്കിൽ അതിന് ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അവിടെ എത്തിക്കുക എന്നുള്ള ഒരു രാത്രി 2:10 അവർ ആ ബോഡി കണ്ടെടുക്കുന്നത്. അപ്പോൾ അവർ ശരിയായിട്ടും ബോഡി കണ്ടെടുത്തല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നില്ല അവർക്കുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. കാരണം അവർക്ക് അതിനെ ജീവനോടെ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നായിരുന്നു അവരുടെ ഒരു. അന്നേരത്തേക്കും ബോഡി തണുത്ത് വിറച്ചിരുന്നു, ഒരു അടിയൊഴുക്കില്ലായിരുന്നു. ഏതായാലും അവിടെ അടുത്ത് തടഞ്ഞിരുന്നു. സമയോചിതമായി ഇവർ ഇത് ഇടപെട്ടതുകൊണ്ട് പോലീസ്, ഫയർഫോഴ്സ് എല്ലാവരും ഇടപെട്ടു, നാട്ടുകാരുടെ സഹായം തേടി. ഡേഴ്സുമായി വന്ന് അവർ എല്ലാവരും കൂടെ 2 മണിയായപ്പോഴത്തേക്ക് ബോഡി കണ്ടെടുത്തു. ഈ രാത്രി ഇരുട്ടിലാണ് ഇവരെല്ലാം കണ്ടെടുക്കുന്നത്. ജീവനോടെ എടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് അല്ലേ? ഒറ്റ ദിവസം കൊണ്ടല്ലേ ഇതിൻ്റെ വാർത്ത തലതിരിഞ്ഞു പോയത്. കാരണം അന്ന് തന്നെ ഈ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞു തന്നെ ഈ സന്ധ്യയുടെ ചേട്ടത്തിയോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങളോട് അടുപ്പിക്കുകയല്ല എന്ന് വരെ പറഞ്ഞിടത്താണ് സ്ഥിതിഗതികൾ ആകെപ്പാടെ മാറുന്നത് ഒറ്റ ദിവസം കൊണ്ട്. കാരണം ഇവിടെ മാധ്യമങ്ങൾ പോലും ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതൊക്കെ അവസാന നിമിഷത്തിലാണ് മാധ്യമങ്ങൾ പോലും അറിയുന്നത്. നമ്മൾ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനെ മുന്നേ വെച്ച് കാണുന്നത് 56-ാം ദിവസം എനിക്ക് എൻ്റെ മകൾ 16 വർഷം അനുഭവിച്ച പീഡനം എനിക്ക് വിളിച്ചു പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന അച്ഛനെയാണ്. അതെ അതെ. അവിടെ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നു, മറ്റു പ്രതികളെ പിടിക്കുന്നില്ല എന്ന് പരാതി വരുന്നു. എല്ലാം ഒരു പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിലാണ്. പക്ഷേ ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ ഞങ്ങൾ നമിക്കുകയാണ്. കാരണം നമ്മൾ ഇത്തരം കേസുകൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അതിനകത്തൊരു ഊർജ്ജിത, നമുക്ക് അത് നേടിയെടുക്കണമെന്നൊരു തോന്നൽ, അതിനെ രക്ഷിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം. ഇനി കേസിൻ്റെ കഥയിലേക്ക് വന്നാൽ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്, അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. അച്ഛനെ കണ്ടു, അച്ഛൻ്റെ അനിയനെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു, അയൽവക്കക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു. അതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന പഞ്ചായത്ത് മെമ്പറുടെ വീഡിയോ രണ്ടാമതിട്ടു. മൂന്നാമതിട്ട വീഡിയോ നമ്മുടെ അയൽവാസിയുടെയാണ്, തൊട്ട് ബന്ധുവും അയൽവാസിയായിട്ടിരുന്നു. അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് നമുക്കാരെയും കുറ്റക്കാരനെ വെള്ള പൂശുക എന്നുള്ള അർത്ഥത്തിലല്ല. എനിക്കെതിരെയും കമൻറ്റുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ അങ്ങനെ വെള്ള പൂശുക എന്നുള്ള അർത്ഥത്തിലല്ല അതിനെ നമ്മൾ കാണുന്നത്. അത് കൃത്യമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ കേസിൽ നമുക്ക് മാർക്ക് കൊടുക്കേണ്ടത് ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷന് തന്നെയാണ്. കാരണം അവരുടെ അത്രയും വളരെ കാര്യക്ഷമമായ അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അതിനകത്ത് പമ്മിയിരുന്ന ഒരു വില്ലനെ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട്ടിലെ തന്നെ അച്ഛൻ്റെ ആ 3.5 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ അച്ഛൻ്റെ സ്വന്തം സഹോദരൻ, കൊച്ചച്ഛന് തുല്യമായിട്ടുള്ള അച്ഛൻ്റെ സ്ഥാനമാണ്. അങ്ങനെ ഒരാളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സാമർഥ്യം കാണിച്ച ഈ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷന് ഒരു പ്രത്യേക ഒരു ബിഗ് സല്യൂട്ട് തന്നെ സമർപ്പിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.